അതെന്താ അടിയാ ഇവിടെ? ഇതെന്താ സിറ്റുവേഷൻ ആയില്ല അത് പള്ളി അവനോടൊക്കെ എന്റെ വട്ടിയുണ്ട്. വണ്ടിയുടെ പയ്യൻ അത് നമ്മളെ കൊണ്ടേച്ചിടല്ല. പല്ലോടെ കിടന്നാണ്. അല്ല അവിടെ ഒരു കുട്ടി വീട് കുട്ടിയാ ഉമ്മാരൊക്കെ ഗ്യാങ് ആവട്ടെടാ. ഹലോ, എന്താടാ പരിപാടി? സത്യല്ലോ വന്നപ്പോഴേ ഓരോരുത്തമാര് വള്ളിയും പിടിച്ച്. മറ്റേമാര് ഗ്യാങ് ആവടാ. ഏതോമാര്? മറ്റേ ആരാണ്? ആരാ നീ ഇപ്പൊ സംസാരിച്ചേ? ഓരോ ഗജമേള ഉടനെ നടത്തുന്നുണ്ട്. ഗ്യാങ് ആവട്ടെ, അതിനൊരു മാറ്റമില്ല. അല്ലെ നീ ഒന്ന് കേക്കണം പാല, നീ ഇത് കേക്കണം. ഈ കാണിച്ച് ഊമ്പിത്തരം നിന്റെ മനസ്സിൽ നിന്ന് പോന്നേക്കണേ. എന്താണ് സംഭവം? നീ ഡിമനി ഒരു ദിവസം കയറി കളിച്ചു, വള്ളിയായി. എന്നിട്ട് വള്ളിയൊക്കെ കഴിഞ്ഞിട്ട് നീ ഇറങ്ങി, നീ ഇവിടുത്തെ ആർപി മലമേല് കളിച്ചോണ്ടിരിക്കുക. അവിടുന്ന് ഇവിടെ വന്ന് അടിച്ചു കൊന്ന് തള്ളക്കി വിളിച്ചിട്ട് പിന്നെ അളിയാ തിരിച്ചു പോലും വിളിക്കാനില്ല. എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ വെച്ച് വിളിക്കായിരിക്കും അവന്മാരെ, വിളിച്ചവന്മാർക്കെല്ലാം മനസ്സിൽ കിടപ്പുണ്ടായ ഓരോരുത്തന്റെ ഒരു പേരൊക്കെ ഇട്ട് ഞാൻ റിയൽ ആനയോ നാളെ കൊണ്ട് പറഞ്ഞാല് കൊരങ്ങന്മാരി പോയിട്ടില്ലേ ഇവിടെ? എടാ അമ്മാരെ വെച്ച് ഒതുങ്ങിയടാ. ഡീസന്റ് ആയില്ലേ? അമ്മാരാളില്ലടാ, അമ്മാരാളില്ല. പ്രശ്നക്കാരൊക്കെ ഒതുങ്ങി, എച്ചപ്പൊക്കെ ഒതുങ്ങി. ആളില്ലല്ലോടാ തൃശ്ശൂർ പൂരത്തിന് നെറ്റിപ്പട്ടം ഇട്ടിരിക്കുന്ന ആനയ്ക്ക് പോലും ഇത്ര വെയിറ്റ് ഇല്ല. അവന്റെ പോക്കും മട്ടുന്ന പടം കണ്ടാലേ നെറ്റിപ്പട്ടം കൊട്ട ആര് എന്ത് ഇവരേക്ക് ഇങ്ങനെ ഞാൻ ട്രീറ്റ് ചെയ്യത്തുള്ളു. എന്നെ ട്രീറ്റ് ചെയ്ത വേല എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളു. അല്ല റെസ്പെക്ട് അങ്ങോട്ട് കൊടുത്തിട്ട് കിട്ടാതിരിക്കുന്നേ. ഇവനൊക്കെ ഉണ്ടല്ലോടാ, ഇവനൊക്കെ ഫ്രണ്ടി വന്ന് ചിരിക്കും പാല. ഇവനൊക്കെ നിന്റെ അടുത്ത് ഫ്രണ്ടി വന്നിട്ട് ഓലാന്നൊക്കെ വിളിക്കും, മനസ്സിലായോ? ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ വേറെ പിന്നെ ഇതൊക്കെ നമ്മളും എന്റെ മനസ്സിലാഗ്രഹം ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വിളിക്കണം, കണ്ണാപ്പി മൈൻഡ് ചെയ്യാതെ വീട്ടിൽ അങ്ങോട്ട് നടന്നു പോകണം, മനസ്സിലായ? ഒന്ന് വിളിച്ചത് കൊമ്പാച്ച ഇവിടെ ആരേലും ഇല്ലാത്തല്ല പൈസ, നമ്മളെ ഇല്ലാത്ത ഓരോരുത്തന്മാരേലും ഉണ്ട് നല്ല പൈസ. നിങ്ങളെന്താ അതൊരു സത്യം. 20 കോടിയാണ് കിട്ടിയത്. പിന്നെ എങ്ങനെയാടാ ഇത് 25 കോടി ഒരു കണ്ണി വരുന്നത്? 30 ലക്ഷം വല്ല ആയിരിക്കൂടാ. അല്ല ലക്ഷമല്ല ഉറപ്പ്. 3 CR ആണെന്ന് ചോദിച്ചേക്ക്. 3 CR ആണ്. ഒരു കോടിയൊക്കെ ഓക്കെ. ആന ഇറക്കല്ലടാ. ഞാൻ ഒരു സാധനം തരാ, നീ ഇതൊന്ന് വലിച്ചു നോക്ക്. എന്താ? എടാ ഞാൻ കാഞ്ഞു പോയി. എന്താ? ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇത് പണ്ട് വിട്ടുള്ള മെത്താഫെറ്റമിൻ. എടാ ഇത് വലിച്ച് ചാകുവോ? ഇതിന് വലിച്ച ഹെൽത്ത് ഇതൊന്നും കൊടുത്തില്ല, സ്പീഡ് കൂടും നമ്മളെ. ഇല്ല എടാ ലൈഫ് പോവോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാനിതിട്ട് 5 അടിച്ചിട്ട് ഞാൻ ചത്ത്. ആന കഴിക്കാതെ ഇല്ലേ ഇല്ലേ കുറയുന്നില്ലേ? ഇല്ല ലൈഫ് കുറയുന്നില്ല. ഒന്നുകൂടി അടിച്ചേ. എടാ ആഹാരം ഇല്ല, ഫുഡില്ല, എത്താടാ നീ? ഫുഡിലാണ് ഇത് വർക്കാവുന്നില്ലല്ലോ ഈ സാധനം. വർക്കാണില്ലേ? നീ എന്നാ 5 എണ്ണം തേങ്ങ അടിക്കാം. ഓ ഓടി എടാ എന്നിട്ടൊന്ന് ഓടിക്കളിയാ. നെറ്റിപ്പട്ടം കൊട്ടും മേളം. ഹലോ
ഓ ദേവട്ടി ആ, അതെ അല്ലല്ല ചുമ്മാടി അത് കൊള്ളാം കേട്ടോ സ്പീഡ് ഉണ്ടല്ലേ കറണ്ട് കേട്ടാ സെറ്റ് കണ്ണാ മുത്ത ഉമ്മമാന്റെ സെബി മാത്യു ബ്രോ താങ്ക് യു സോ മച്ച് 100 രൂപ സൂപ്പർ ചാറ്റ് അളി ഇത് കൊള്ളാല്ലേ ഇത് കൊള്ളാം 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 അടിപൊളിയാ എങ്ങനെ വാർന്ന് കൊണ്ടുപോളെ വാറായാല് എന്താണ് എസ്ആർക്ക് എന്താ ഓർമ്മയില്ലല്ലേടാ അപ്പൊ ഓർമ്മയില്ലാത്തവരത് മാറണുണ്ടോണ്ടാ സെബി മാത്യു ബ്രോ താങ്ക് യു 100 രൂപ സൂപ്പർ ചാറ്റ് ഉമ്മ ഫുഡൊക്കെ കഴിച്ചോ ഞാൻ പറയട്ടെ ഇവിടെ ഓരോരുത്തന്മാര് 100 മണിക്കൂർ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത പവന്മാർക്ക് കിട്ടിയത് 10. അതിനൊക്കെ അടാ ഇല്ലടാ ഫുൾ ടൈം അവന്മാര് ട്രക്ക് ജോബ് ചെയ്തോണ്ടെന്നെ അതിൽ കിട്ടിയ 10 കോടിയോ. എങ്ങനെ അളിയാ ഉണ്ടാക്കുന്നത് ഏത് കാലത്ത് ഈ പൈസ ഒക്കെ ആവാനാണ് ഇത് സേവിയറല്ലേ ആ പിന്നെ വേറെ എന്തൊക്കെയുണ്ടെടാ? പോലെ കാശൊക്കെ ഉണ്ടാക്കിയോടാ എവിടെന്ന് പൈസയൊക്കെ വരികടാ ഗ്യാങ് ആയി കഴിഞ്ഞാൽ പൈസയൊക്കെ വരികടാ. നമ്മൾ തന്നെ ഈ ഇടയ്ക്ക് ഒരു പമ്പ് എടുത്തത് എന്തോ കുറച്ച് പൈസക്ക് എന്തോ എടുത്ത 1500 കോടിക്ക് എന്തോ എടുത്തത്. വെരി ഗുഡ് നല്ല കാര്യം. ഇവിടെ ഒരു ഗണ്ണ് വാങ്ങാൻ 40 കോടി എന്ന് പറയണ്ട. അയ്യോ എന്ത് ചെയ്യുവോ തോക്ക് എന്തിനാണ് നിങ്ങള് ഗ്യാങ് ഒന്നും അല്ലല്ലോടാ നീ ഒറ്റയ്ക്കല്ലേ തോക്കൊക്കെ എന്തിനാ? ഗ്യാങ് അല്ലല്ലോ ഗ്യാങ് ആവുമ്പോ തോക്കിന്റെ ആവശ്യം വരുമല്ലോ. നീ ഗ്യാങ് ആവും ഉടനെ ആ ഉടനെ ആവുമായിരിക്കും. ഏത് ഗ്യാങ് ആണ്? എന്താണ് ഗ്യാങ് TJ ഓർമ്മയുണ്ട്. ലീഡർ ആരാടാ ഇപ്പഴും? പഴയ അവൻ തന്നെയാണോ? ലീഡർ കൊമ്പൻ തന്നെയാണ്. ആ കോ ലീഡറാ മറ്റേ അവൻ തന്നെയാണോടാ? ആരാ നിങ്ങള് പഴയ ഫ്രണ്ട്സ് ആണല്ലേ? പിന്നല്ല അത് കണ്ട സംസാരം നമുക്ക് മനസ്സിലാവേ. അതെ അതെ ഫ്രീഡം ആ കണ്ട ഫ്രീഡം ഇല്ലേ മനസ്സിലാവും. ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് മനസ്സിലാവും. ഒരു ബോണ്ട് എനിക്ക് ഇത് അഖിൽ ജോഡ് വന്നില്ലാടാ നിങ്ങളുടെ കൂട്ടത്തിലുള്ള? അഖിൽ ജോഡ് ഉണ്ട് അല്ലല്ല നമ്മളൊന്നുമല്ല വേറെ ആർക്കും ചെയ്യണോ നീ അതിൽ നിന്ന് പോട്ടെ കളിയാ അളിയ ഇപ്പൊ ഒരു ഗ്യാങ് സിറ്റുവേഷൻ അല്ലേ നമ്മള് തല്ലു പിടിക്കാൻ മൊണ്ടിയും ചങ്കരനും എല്ലാം സിറ്റി വന്ന് ഞാൻ ഇല്ലാണ്ട് ഒരു അടി നടക്കുവോ മന്ദാര ചങ്കരൻ ഇച്ചിരി എടുത്തു പറഞ്ഞാണ് ഞാൻ ഇവിടേക്ക് ഉണ്ട് ബില്ലൊക്കെ എവിടെ ഉണ്ടാ? ഇത് മൊബൈലാടാ ഗോകു മൊബൈൽ എടാ ഗോകുവേ പറടാ. എന്താടാ ഇന്ന് സിറ്റിക്കൊരു ഇത്? എടാ ഇന്ന് സിറ്റിയിലാടാ അണ്ണാനും മൊണ്ടിയും ചങ്കരനും എല്ലാരും വന്നല്ലോടാ. അല്ലേ പറഞ്ഞ ഒരു പള്ളി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കണ്ണന്റെ ഒറ്റ സുഹൃത്താ എന്റെ സുഹൃത്ത്. ഹൈ പറടാ പോയി ഹൈ പറടാ. ഞാൻ കവറി കെട്ടി പറഞ്ഞാലും എന്റെ പട്ടി പറയാ. വെടി കൊള്ളത് എടാ ഒരു വെടി പോലും കൊള്ളാത്ത കൊമ്പാച്ചും തോക്കിന് ഡ്യൂറബിലിറ്റി ഉണ്ടോ ചോദിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞു വിടറാ അവന്. ആരെങ്കിലും അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ. ഇതൊക്കെ വെടിവെക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്നൊക്കെ അവന്റെ മുഖത്ത് നോക്കി ചോദിക്കേ. എനിക്ക് വെടിവെക്കാൻ അറിയാത്തോണ്ട് ചോദിക്കാൻ പറ്റൂല. എടാ ഗോകുവേ നീ ഞാൻ ഒരു നെറ്റിപ്പൊട്ട ഇട്ട് തരാം. അവന്റെ തലയെ കൊണ്ടൊക്കെ ഇട്ടോട് ഇട്ടോട്. എന്താടാ അയ്യോ ഗ്യാങ്ങിന് പൈസ കൊടുത്തിണ്ടാവും. നീയാന്ന് അറിയാത്തോണ്ടല്ലേ? ഉണ്ടാവും എന്നാ ആ പറയടാ എന്താടാ അവരാ പറഞ്ഞത്? അകലം പാലിച്ചു. അല്ലല്ല അമ്മാർ എന്താ പറഞ്ഞ നിന്റെ അടുത്ത് എന്താ പറഞ്ഞു? ഗ്യാങ് പൈസ കൊടുത്തത് എന്താ പറഞ്ഞത്? നീ വെറും ഒരു ഊമ്പനാന്ന്. അതാ അവന് 10 എന്തൊക്കെയോ ഉറപ്പുണ്ടാവും പറയട്ടെ. അങ്ങനെ അവൻ പറഞ്ഞില്ല ചുമ്മാ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞ അവന്മാരെ വെച്ച് വിളിക്കും. ഞാൻ ഗ്യാപ്പ് കിട്ടിയ എന്റെ മനസ്സിൽ അളിയാ നീ ഒന്ന് ആലോചിക്ക. എന്റെ മനസ്സിൽ നിന്ന് അത് പോകത്തില്ല. എന്റെ മനസ്സിൽ നിന്ന് അതിന് എന്തൊക്കെ വന്നാലും നോ കോംപ്രമൈസ് പ്ലീസ്. 2 ഗ്യാങ്ങായിട്ട് അടിയാവും. ഈ മോണിറ്ററിംഗ് പീരീഡ് ആടാ.
കഴിഞ്ഞ ഗ്യാങ് ഒക്കെ ആയാ മതിയായിരുന്നു. എടാ അല്ല പറഞ്ഞത് ഗ്യാങ് ഒക്കെ ആയാ മതിയായിരുന്നു അവന്മാര്. നീ പസ്ക് ഇങ്ങനെ പോയി ചെറിയ ഗ്യാങ് ആവൂല കേട്ടാ. എടാ കൊമ്പ വന്ന് കൺസേവന്റ് എങ്ങനെ അടിക്കുന്നത് അല്ലെന്ന് പറഞ്ഞോടാ അവന്. എടാ കടപ്പ നീ പോയി പറയാ നീ എക്സ്പ്ലെയിൻ ചെയ്യണേ. അല്ലെ ഞാൻ നീ എന്ന് നിന്റെ ചങ്കല്ലേ? സംസാരിച്ചവരോട് കണ്ണാപ്പി അറിയടാ കൺസേവന്റ് എങ്ങനെ അടിക്കുന്നത്? അളിയാ എന്താ അതെന്ത് ചോദ്യമാണ് മന്ദാരം? ആ പറ. മറ്റേ പോലീസുകാരുടെ അടുത്ത് ഇത് കൊടുത്തിട്ട് മറ്റേ അവന്മാര് വണ്ടിയും കൊണ്ടുപോകും നമ്മളെ പോയി അടിക്കും. പോലീസിന് എന്ത് മറ്റേ പോലീസിനല്ല മറ്റേ ഇവന്മാര് എന്തോ മറ്റേ മിസ്റ്റർ അവന്മാര് ലോറി തരും, അത് സ്ഥലത്തെത്തിക്കണം. ചോദ്യമൊന്നും വേണ്ട, മനസ്സിലായോ? എന്നാ അങ്ങനെയല്ല കേട്ടോ. പോലീസ് ട്രക്ക് എടുത്ത് പോകുമ്പോ നമ്മളെ പോയി അടിക്കണം കേട്ടോ. കൊമ്പാശനോട് പോയി ശരി ശരി. ഇതെന്താ ഇതാരും തന്നെ എഫ് ഐ അടിച്ചോ? ആ വേറെ വഴി എനിക്കങ്ങ് ചൊറിഞ്ഞ് കയറുന്നല്ലേ ഇവിടെ നിന്നിട്ട്. കണ്ണാപ്പി ഞാൻ പറയണേ നീ പോയി പറഞ്ഞു കൊടുക്കണോ? നീ പോയി പറഞ്ഞു കൊടു കണ്ണാപ്പി എങ്ങനെ കൺസേവന്റ് അടിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുത്താ താങ്ങത്തില്ലടാ. നീ പറ നീ പറ നീ പറ. ഞാൻ പറഞ്ഞു കൊടുത്താ താങ്ങത്തില്ലടാ, വേണ്ടടാ. കൊച്ചവടി ഉണ്ടായിരുന്നു നേരത്തെ. അയ്യോ അത് പറയേണ്ടത് ആരോ ഇതെടുത്തല്ല മെമ്പർഷിപ്പ്. ഡെക്സ് ബ്രോ താങ്ക് യു കുട്ടിക്കണ മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. മനസ്സിലായോ? ബാലോ ശരിയും കത്തിപ്പോയി ഇവനൊക്കെ എന്തോ ഉമ്മാനാണ് സിറ്റിയിലോട്ട് വന്നത്. ഇവനൊക്കെ എന്തോ പിന്നല്ലാതെ ഓ നാളെ ഉച്ചക്ക് സാവേനെ കൊണ്ടോ. ബ്രോ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ് വിളിച്ചേ, വേറെ ആരെയല്ലേ? എന്താ സിറ്റുവേഷൻ? എന്താ സിറ്റുവേഷൻ? ഓ ചന്ദ്രു സിറ്റുവേഷനോ തീട്ടോന്ന് വിളിച്ചു കഴിഞ്ഞാൽ തന്തയ്ക്ക് വിളിക്കുമെന്ന്. അവരെയാണ് തന്തയ്ക്ക് വിളിച്ചത്. നീ എന്നിട്ട് തീട്ടോന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവന്മാര് തന്തയ്ക്ക് വിളിക്കുന്നത്. ചന്ദ്ര അവന്മാർ രണ്ടുപേരുള്ള അവന്മാര് ഗ്യാങ് പോലും ഇല്ല. ഗ്യാങ്ങില്ല. അപ്പൊ എക്സെപ്റ്റ് എന്ന് അമ്മ രണ്ടുപേരേ ഉള്ളു. ടി ഡി എമ്മിൽ എന്തോണ് അവന്മാരെ നടന്ന് മറ്റേ എക്സ്റ്റാറ്റി ഇപ്പൊ കിടന്ന് കൊണ അടിക്കുന്നുണ്ട്. ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഓ വെരി ഗുഡ്. പേരെന്താ അവന്മാരെ എക്സാക്ട്ലി? ന്യൂ ബോൺ ഫ്രീക്കും പണ്ണി ഹോപ്പ്. ചന്ദ്ര ഇപ്പം എടാ ലോലിന്റെ അടുത്ത് ലോല സിറ്റുവേഷൻ നിന്റെ അടുത്ത് തുടങ്ങി പറഞ്ഞോട്, ഞാൻ എന്റെ അടുത്ത് തുടങ്ങി പറഞ്ഞു കൊടുക്കാം. ചന്ദ്രു ഞാൻ ഇവിടെ ഒരു പയ്യൻ നിൽക്കുന്നു. ഞാനും കുറെ പേരും കൂടി വണ്ടി പോയിരുന്നു. അപ്പൊ ഇവിടെ ഒരു അഫ്കാറ്റ് വന്നേ. ഇപ്പൊ എന്റെ വണ്ടിയിലുള്ള ഒരുത്ത ചോദിച്ചു അഫ്കാണോ ചോദിച്ചു. അല്ല അഭിനയിച്ചിരിക്കുകയാണ്. മറ്റേ അവിടെ അഭിനയിച്ചിരുന്ന ഓടി വന്ന് മറ്റേ ബാക്കിൽ നിന്ന് ചുഴിമാരി മൂടെ രീതിയിട്ട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു പേരെന്താ പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ കണ്ടി ഏതാന്ന് ചോദിച്ചു. കൂടെ കണ്ടി നിന്റെ തന്തേന്ന്. അങ്ങനെ പറഞ്ഞാ ആ അപ്പൊ ഉമ്മാരത് വിട്ട് ചന്ദ്ര ഉമ്മാരത് വിട്ട് ഞാൻ വന്നിട്ട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ചോദിച്ചു എന്റെ അടുത്ത്. ഓ ഞാൻ ചോദിച്ചു ബ്രോ എന്തിനാണ് തെറി വിളിക്കുന്ന ബ്രോ? അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോയെ തീട്ടോ എന്നല്ലേ വിളിച്ചത്, ബ്രോ എന്തിനാണ് അതിന് തന്തയ്ക്ക് വിളിച്ചത്? അപ്പൊ അവൻ പറഞ്ഞ തീട്ടോ എന്ന് വിളിച്ചു തന്തയ്ക്ക് വിളിക്കുന്ന പറഞ്ഞു. അപ്പൊ അവൻ കീരിയണ്ണന്റെ അടുത്ത് എന്തോ കൊണ പറഞ്ഞ് കീരിയണ്ണ എന്തോ മറ്റേ ഇൻഡയറക്റ്റ് ആയിട്ട് തന്തയ്ക്ക് വിളിക്കുന്ന അങ്ങനെ എന്തോ എന്തോ കിരണ ഇൻഡയറക്റ്റ് ആയിട്ട് അവൻ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ നേരെ ഇങ്ങനെ നിന്നിട്ട് മറ്റേ പെടലേക്ക് അടിച്ചു. ബാക്കിയുള്ളവരെ വിളിക്കണമെന്ന് ചോദിച്ചു. കിരണ ചോദിച്ചു നിനക്കില്ലാത്തോണ്ടാണ് ബാക്കിയുള്ളവർ. അപ്പൊ അവിടെ എന്തോ കൊണ കിരണ എടുത്ത് പറഞ്ഞു. ഞാൻ അപ്പൊ മറ്റേ പെടലേക്ക് അടിച്ചു കിട്ടാണ്. എന്നിട്ട് ഈ ചത്ത എന്താണ് പ്രശ്നം തന്തയില്ലാത്തവനെ നേരെ അവന്റെ അടുത്ത് ഇവന്റെ തന്തക്ക് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണമ്മന്റെ തന്തക്ക് വിളിച്ച് എങ്ങനെ ചോദിക്കണ്ടേ? ഇങ്ങനെ ഒന്നാണല്ലോ നമുക്ക് ഒരുപോലെ. സിറ്റിയിൽ വളരെ പൂരമൊക്കെ വരാൻ പോവാ. പൂരം കൊടിയേറി മക്കളെ, പൂരം കൊടിയേറി. ഉടനെ ഒരു ഗജമേളമായിട്ട് അപ്പുറത്തെ സിറ്റിയില് മര്യാദക്ക് അവന്മാരുടെ വള്ളി എന്ന് ലൂപ്പ് പറയല്ലേ നീ കേക്ക വയ്യ. നീ ഒരു 40 തവണ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും കേക്ക വയ്യ മൈലി. ഇത് തന്നെ എന്നോട് 3 വട്ടം പറഞ്ഞു. എന്റെ അടുത്ത് ഇന്നലെ 7 പ്രാവശ്യം പറഞ്ഞാണ്.
എനിക്ക് വേറെ വിഷമമുണ്ട്. എന്താ പുറത്തിറങ്ങി മറ്റേ പുറത്തിറങ്ങി നമ്മള് വെടിവെച്ചപ്പോൾ അവൻ സേസോണി ഓടിച്ച് വണ്ടി കയറ്റി. അപ്പൊ അവനോട് പുറത്തിറങ്ങാൻ മുച്ചിരി പറഞ്ഞു. അപ്പൊ പറഞ്ഞു നിന്റെ വാപ്പാനോട് പോയി പറയാതെ മുച്ചിനെയും ചീത്ത വിളിച്ചത്. ഇതൊന്നും എടാ നമ്മളുള്ളപ്പോ ഇങ്ങനത്തെ ഒരു വള്ളി പോലും വരുന്നില്ല. എനിക്കതൊക്കെ കേൾവിയാണ്. എത്ര നാളെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് വരുന്ന അല്ലല്ല എടാ മയ്യ, നമ്മൾ അങ്ങോട്ട് വരുന്ന വള്ളിയല്ല, നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഒരു വള്ളി കണ്ടിട്ട് കുറെ നാളായെന്ന് പറഞ്ഞ കാള കളിക്കാൻ വലിച്ചില്ലല്ലേ മറ്റേ കാള അല്ല കണ്ണാപ്പി എടാ മറ്റേ കാളയുടെ സീനുള്ള നിനക്ക് വലിച്ചില്ലല്ലേ? ആ കൊച്ചിന് അറിയില്ലടാ തലയിൽ ഉണ്ണിയുള്ള കൊച്ചിനെ കണ്ണാ ഇങ്ങോട്ടൊന്ന് ഞാൻ തമ്പിക്ക് പുതിയ ഇറക്കാൻ പോവാ. ഒരു ആനപ്പാപ്പൻ, ഒരു പേരെന്തിനാടാ? ആനപ്പാപ്പാൻ ദ ഗ്രേറ്റ് ഗജേന്ദ്രൻ. തമ്പാനല്ലായിരുന്നല്ലേ തിരുവമ്പാടി തമ്പ നമ്മളെ ദ ഗ്രേറ്റ്. അങ്ങനെയാണ് എനിക്ക് മറ്റേ കായംകുളത്ത് കിടില ആളുണ്ട്. കായംകുളം സ്ഥലത്ത് മെയിനാ. എടാ അതല്ല തിരുവമ്പാടി തമ്പ നമ്മളെ ആനയുടെ പടം. ആനയുടെ പേരില്ല, ഒരു പാപ്പാന്റെ പേരാ വേണ്ടേന്ന്. ദ ഗ്രേറ്റ് പാപ്പാനാണ് ജയറാമ് പാപ്പാനായാല് തിരുവമ്പാടി തമ്പാൻ. ഓ അങ്ങനെ ഇത് വേണ്ട, ഇത് മതി. ദ ഗ്രേറ്റ് ഗജേന്ദ്രൻ. പണിക്കും പോടാ മന്ദാരല്ല എന്തേലൊക്കെ ആവും. ഇവിടെ സിറ്റിയിൽ ഫുള്ളും മോഷണം നടക്കുന്നുണ്ട്. ഷർട്ടിയാണിത്. ഓ അതൊരു ഷർട്ടായിരുന്നല്ലോ. ഓ ചന്ദ്ര പറ. സ്മിത്തിന്റെ മോൻ ഇവിടെ കറങ്ങി നടപ്പുണ്ടായിരുന്നു തന്തയ്ക്ക് വിളിച്ചിട്ട്.